ക്രിക്കറ്റ് എന്നത് പലപ്പോഴും സാങ്കേതിക തികവിനൊപ്പം ഭാഗ്യത്തിന്റെ കൂടി കളിയാണ്. ചിലപ്പോൾ ഒരൊറ്റ നിമിഷം മതി അതുവരെ കെട്ടിപ്പടുത്ത താളവും ആവേശവും തകർന്നു പോകാൻ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 4ാം T20 പോരാട്ടത്തിൽ സംഭവിച്ചതും അതാണ്. ഒരറ്റത്ത് മനോഹരമായി ബാറ്റ് വീശിക്കൊണ്ടിരുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സിന് വിരാമമിട്ടത് ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരുടെ മിടുക്കിനേക്കാൾ ഉപരി കളിക്കിടെ സംഭവിച്ച അപ്രതീക്ഷിതവും നിർഭാഗ്യകരവുമായൊരു തടസ്സമായിരുന്നു. ശുഭ്മാൻ ഗില്ലിന് പകരം ഓപ്പണറുടെ കുപ്പായമണിഞ്ഞ് വിമർശകർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകി മുന്നേറവെയാണ് വിധി അമ്പയറുടെ രൂപത്തിൽ സഞ്ജുവിന് മുന്നിൽ വിലങ്ങുതടിയായത്. എന്താണ് അഹമ്മദാബാദിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ ബ്രേക്ക് സഞ്ജുവിന്റെ ഏകാഗ്രതയെ എങ്ങനെ ബാധിച്ചു? നമുക്ക് വിശദമായി പരിശോധിക്കാം. പരമ്പരയിലുടനീളം ഫോം കണ്ടെത്താൻ വിഷമിച്ച വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പകരം സഞ്ജു സാംസൺ ഓപ്പണറായി എത്തുന്നു എന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. ലഭിച്ച അവസരം പാഴാക്കില്ല എന്ന വാശിയോടെയാണ് സഞ്ജു ക്രീസിലെത്തിയത്. തുടക്കം മുതൽ തന്നെ ദക്ഷിണാഫ്രിക്കൻ പേസർമാരെ കടന്നാക്രമിക്കുന്ന സഞ്ജുവിനെയാണ് അഹമ്മദാബാദിൽ കണ്ടത്. പവർ പ്ലേ ഓവറുകളിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ചേർന്ന് സഞ്ജു നടത്തിയ പ്രകടനം കണ്ണിനു വിരുന്നായിരുന്നു. വെറും 34 പന്തുകളിൽ നിന്ന് 63 റൺസാണ് ഈ സഖ്യം അടിച്ചുകൂട്ടിയത്. ഇതിൽ സഞ്ജുവിന്റെ പങ്ക് നിർണായകമായിരുന്നു. 22 പന്തുകൾ നേരിട്ട സഞ്ജു 37 റൺസുമായി കളം നിറഞ്ഞു. 4 അതിമനോഹരമായ ബൗണ്ടറികളും 2 കൂറ്റൻ സിക്സറും ആ ബാറ്റിൽ നിന്ന് പിറന്നു. 168.18 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജുവിന്റെ കുതിപ്പ്. ഗില്ലിന്റെ മെല്ലെപ്പോക്കിനെ വിമർശിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു സഞ്ജുവിന്റെ ഈ ആക്രമണോത്സുക ബാറ്റിംഗ്. താളം തെറ്റിച്ച ആ 9ാം ഓവർ. അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ തിലക് വർമ്മയ്ക്കൊപ്പവും സഞ്ജു മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുകയായിരുന്നു. 21 പന്തിൽ 34 റൺസുമായി ഈ സഖ്യം മുന്നേറുമ്പോഴാണ് നിർഭാഗ്യം വില്ലനായി എത്തിയത്. 9ാം ഓവർ എറിയാൻ എത്തിയത് ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ ഡൊണോവൻ ഫെരേര. ആദ്യ 2 പന്തുകളിൽ തിലക് വർമ്മ ബൗണ്ടറി നേടി. 4ാമത്തെ പന്ത് നേരിടാൻ സഞ്ജു സാംസൺ സ്ട്രൈക്കിലെത്തി. ഫെരേര എറിഞ്ഞ പന്ത് സഞ്ജു അതിശക്തമായി സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്തു. ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ അതിർത്തി കടക്കേണ്ടിയിരുന്ന ആ ഷോട്ട് ഫെരേരയുടെ കൈകളിൽ തട്ടി ദിശ മാറി നേരെ പോയി പതിച്ചത് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് അമ്പയർ റോഹൻ പണ്ഡിറ്റിന്റെ കാൽമുട്ടിലായിരുന്നു. സഞ്ജുവിന്റെ ഷോട്ടിന്റെ കരുത്ത് മുഴുവൻ ഏറ്റുവാങ്ങിയ അമ്പയർ വേദന കൊണ്ട് പുളഞ്ഞ് നിലത്തു വീണു. ഇതൊരു സാധാരണ സംഭവമായിരുന്നില്ല. അമ്പയർക്ക് ഗുരുതരമായി പരിക്കേറ്റോ എന്ന ആശങ്ക പരന്നു. ഉടൻ തന്നെ ദക്ഷിണാഫ്രിക്കയുടെയും ഇന്ത്യയുടെയും ഫിസിയോകൾ മൈതാനത്തേക്ക് ഓടിയെത്തി. സഞ്ജു സാംസൺ ഓടിച്ചെന്ന് അമ്പയറോട് ക്ഷമ ചോദിക്കുന്നതും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതും കാണാമായിരുന്നു. അമ്പയർക്ക് കാര്യമായ കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്താൻ കുറച്ചു മിനിറ്റുകൾ കളി നിർത്തിവെക്കേണ്ടി വന്നു. ഏകാഗ്രത നഷ്ടപ്പെട്ട നിമിഷം. T20 ക്രിക്കറ്റിൽ ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം മൊമെന്റം അഥവാ താളമാണ്. ബൌളർമാരെ കൃത്യമായി നേരിട്ട് പന്തിന്റെ ഗതി മനസ്സിലാക്കി ബാറ്റ് ചെയ്യുന്നതിനിടയിൽ വരുന്ന ഇത്തരം തടസ്സങ്ങൾ പലപ്പോഴും ഏകാഗ്രതയെ ബാധിക്കാറുണ്ട്. സഞ്ജുവിന്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. അമ്പയറുടെ കാലിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ബൗണ്ടറി ആകുമായിരുന്ന ഷോട്ടായിരുന്നു അത്. എന്നാൽ കളി പുനരാരംഭിച്ചപ്പോൾ സഞ്ജുവിന്റെ ശരീരഭാഷയിൽ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ആ ഓവറിലെ ശേഷിച്ച പന്തുകളിൽ കാര്യമായ റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തൊട്ടടുത്ത ഓവറിൽ ജോർജ് ലിൻഡെ എറിയാൻ എത്തിയപ്പോൾ സഞ്ജുവിന്റെ വിക്കറ്റ് വീഴുകയും ചെയ്തു. കളി തടസ്സപ്പെട്ടതിന്റെ തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു പുറത്തായി. ഇടങ്കയ്യൻ സ്പിന്നറായ ജോർജ് ലിൻഡയെ നേരിടുമ്പോൾ ക്രീസിൽ നിന്ന് മാറി സ്റ്റംപ്സ് എക്സ്പോസ് ചെയ്ത് ഒരു ഷോട്ടിന് സഞ്ജു ശ്രമിച്ചു. എന്നാൽ പന്തിന്റെ ലൈൻ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് പിഴച്ചു. ബാറ്റിനും പാഡിനുമിടയിലൂടെ നുഴഞ്ഞു കയറിയ പന്ത് സ്റ്റംപിൽ പതിച്ചു. ക്ലീൻ ബൗൾഡ്. ആ വിക്കറ്റിന് പിന്നിൽ സാങ്കേതികമായ പിഴവിനേക്കാൾ തൊട്ടുമുമ്പ് സംഭവിച്ച ഏകാഗ്രതാ നഷ്ടം കാരണമായിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. അതുവരെ പന്തിനെ കൃത്യമായി ടൈം ചെയ്തിരുന്ന സഞ്ജു ആ ബ്രേക്കിന് ശേഷം അല്പം അസ്വസ്ഥനായിരുന്നു. വലിയൊരു സ്കോറിലേക്ക്, ഒരു പക്ഷെ ഉറപ്പായ ഒരു അർദ്ധ സെഞ്ചറിയിലേക്കോ കുതിക്കുമായിരുന്ന ഇന്നിംഗ്സാണ് അവിടെ അവസാനിച്ചത്. ബാക്കി വെക്കുന്ന പ്രതീക്ഷകൾ പുറത്തായെങ്കിലും സഞ്ജു സാംസൺ തന്റെ ജോലി ഭംഗിയായി നിർവഹിച്ചാണ് മടങ്ങിയത്. പവർ പ്ലേയിൽ ടീമിന് നൽകേണ്ട വെടിക്കെട്ട് തുടക്കം അദ്ദേഹം നൽകി. ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ലഭിച്ച അവസരം സഞ്ജുവിന്റെ പ്രതിഭ തെളിയിക്കുന്നതായിരുന്നു. 168 എന്ന സ്ട്രൈക്ക് റേറ്റ് T20 ലോകകപ്പ് ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ആ അമ്പയറുടെ കാൽമുട്ടിൽ തട്ടിയത് പന്ത് മാത്രമായിരുന്നില്ല, സഞ്ജുവിന്റെ ഒരു വലിയ ഇന്നിംഗ്സ് കൂടിയായിരുന്നു. ക്രിക്കറ്റ് ദൈവങ്ങൾ ചിലപ്പോൾ അങ്ങനെയാണ്. നമുക്ക് എല്ലാം തരും, പക്ഷെ അത് പൂർത്തിയാക്കാൻ അനുവദിക്കില്ല. എങ്കിലും അഹമ്മദാബാദിലെ കാണികൾക്ക് സഞ്ജു നൽകിയ ആവേശം ചെറുതല്ല. സഞ്ജുവിന്റെ ആ 37 റൺസ് ഗില്ലിന്റെ 28 പന്തിലെ 28 റൺസിനേക്കാൾ എത്രയോ മുകളിലാണ് എന്ന് ആരാധകർ വിധിയെഴുതി കഴിഞ്ഞു.